ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇർഷിദാസ് മെഡ്ഫോളിയോ. പലപ്പോഴും അർഹിക്കുന്ന ഒരു പരിഗണന കിട്ടുന്നില്ല എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു വിഷമമാണ് അല്ലെ. ചിലപ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ട്സ് കൂടിയിരുന്ന് സംസാരിക്കുമ്പോ ആയിരിക്കോട്ടെ, അല്ലെങ്കിൽ ചിലപ്പം ഫാമിലി റിലേറ്റീവ്സ് ഒന്നിച്ചിരുന്ന് സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ അവരുടെ ആ ഒരു ഗ്രൂപ്പിലോട്ട് പോവുകയും നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അവര് കേൾക്കാതിരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പലപ്പോഴും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാവും അല്ലെ. അപ്പം പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ചിലപ്പോ പണ്ടത്തെ ഒക്കെ വളരെ കൂട്ടായിട്ടിരുന്ന ഫ്രണ്ട്സ് ഒക്കെ ഇപ്പൊ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്ന് അങ്ങനെ ഒരു അവോയ്ഡൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നു എന്നൊക്കെ തോന്നാറുണ്ട്. ഇതൊക്കെ നമ്മുടെ തന്നെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് സംഭവിക്കുന്നതാണെങ്കിലോ. പലപ്പോഴും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ അറിയാതെ നമ്മൾ തന്നെ ചെയ്യുന്ന ചില പ്രവൃത്തികൾ കൊണ്ടാവാം നമുക്ക് ഇത്തരത്തിലുള്ള ഒരു റെസ്പോൺസ് മറ്റുള്ളവരിൽ നിന്നും കിട്ടുന്നത്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നെഗറ്റീവ് ബോഡി ലാംഗ്വേജ്. പലപ്പോഴും നമ്മൾ സംസാരിക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ഫുള്ളി കോൺസെൻട്രേറ്റഡ് അല്ലാതെ തലയിലൊക്കെ ചൊറിഞ്ഞ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട്, അല്ലെങ്കിൽ ഐ കോണ്ടാക്ട് ഒന്നും കൊടുക്കാതെ ആയിരിക്കും നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുന്നത്. ഇതൊരു നെഗറ്റീവ് റെസ്പോൺസ് നമുക്ക് കിട്ടാൻ കാരണമാകുന്നുണ്ട്. അപ്പൊ എപ്പം നമ്മൾ സംസാരിക്കുമ്പോഴും, അല്ലെ ഏതൊരു ഗ്രൂപ്പിലേക്ക് നമ്മൾ സംസാരിക്കാൻ തുടങ്ങുമ്പോഴും നല്ലൊരു ഫുള്ളി ഇൻവോൾവ് ആയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. നല്ല ഐ കോണ്ടാക്ട് ഒക്കെ കൊടുത്ത് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്ന് കുറച്ച് എനർജിയോടെ കൂടി സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ഒരു കാര്യമാണ്, നമ്മൾ പലപ്പോഴും നമ്മൾ അറിയാതെ നമ്മൾ വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ് ഇടിച്ചു കയറി സംസാരിക്കുക അല്ലെ. മറ്റുള്ളവർ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഇന്റർഫിയർ ചെയ്ത് സംസാരിക്കുക. ചിലപ്പോൾ നമ്മുടെ തന്നെ രണ്ട് സുഹൃത്തുക്കൾ അവര് സീരിയസ് ആയിട്ട് അവരെന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പൊ നമ്മൾ പ്രോപ്പറായിട്ട് എന്താ പറയുന്നതെന്ന് കേൾക്കാതെ നമ്മൾ അങ്ങ് ഇടിച്ചു കയറി സംസാരിക്കും അല്ലെ. അത് പലപ്പോഴും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് അവർക്കിടയിൽ ഉണ്ടാക്കുക. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന ഒരു റെസ്പോൺസ് അവിടെ നിന്ന് കിട്ടിയെന്ന് വരില്ല. അപ്പൊ നമ്മളാണെങ്കിലും നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും അനോയിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്റ്റർബിങ് ആയിട്ടുള്ള കാര്യം അല്ലെ, വേറൊരു തേർഡ് പേഴ്സൺ വന്നിട്ട് അതിൽ ഇന്റർഫിയർ ചെയ്യാം. സോ അങ്ങനെ മാക്സിമം ഇടയ്ക്ക് കയറി സംസാരിക്കുന്നത് നമ്മളായിട്ട് ഒഴിവാക്കുക. നമ്മൾ ആവശ്യമുള്ളിടത്ത് മാത്രം സംസാരിക്കാം. അതുപോലെ തന്നെയാണ് കംപ്ലൈനിങ് ടോക്സ് എന്ന് പറയും. എപ്പോഴും നമ്മള് കുറ്റങ്ങള്, പരിഭവങ്ങൾ മാത്രം പറയുക. പലപ്പോഴും നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം നമ്മൾ കണ്ടാൽ അതിന് നമ്മൾ അങ്ങനെ തന്നെ അത് തെറ്റാണ്, അല്ലെങ്കിൽ അത് പറ്റില്ല, അത് ഒരു കുറ്റമായിട്ട് പറയുന്നത് മനുഷ്യ സഹജമാണ്. നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യങ്ങൾ കണ്ടാൽ അത് പറയുന്നത് വളരെ കോമൺ ആണ്. പക്ഷെ എപ്പോഴും ഒരു തേർഡ് പേഴ്സന്റെ കയ്യിൽ അവരങ്ങനെയാണ്, അതങ്ങനെയാണ്, അതിങ്ങനെയാണ് എന്ന് കംപ്ലൈന്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ അവിടെ ജഡ്ജ് ചെയ്യപ്പെടുകയാണ്. ഇപ്പം പലരും നമ്മളെ വിലയിരുത്തും. അതുകൊണ്ട് അത്തരത്തിൽ എപ്പോഴും കംപ്ലൈന്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് ഒഴിവാക്കുക. അതുപോലെ തന്നെയാണ് നമ്മൾ പലപ്പോഴും നമ്മളെ പുകഴ്ത്തി പറയാൻ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് നല്ലത് പറയുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ പലപ്പോഴും നമ്മളെ പൊക്കി പറയാണ് ചെയ്യാറ്. എന്നാൽ ഒരു പരിധി കൂടുതൽ അങ്ങനെ പറയുന്നത് നിർത്തുക. കാരണം എന്താന്ന് വെച്ചാൽ പലപ്പോഴും രണ്ടുപേര് സംസാരിക്കുമ്പോൾ ആ ഒരു കോൺവെർസേഷൻ ക്വാളിറ്റേറ്റീവ് ആവുന്നത് രണ്ടുപേരും ഒരുപോലെ ഇൻവോൾവ് ആവുമ്പോഴാണ്, അല്ലെങ്കിൽ രണ്ടുപേർക്കും ആ സംസാരം കൊണ്ട് അവര് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ ആ ഒരു കോൺവെർസേഷന് വാല്യൂ ഉള്ളൂ. പക്ഷെ നമ്മൾ പലപ്പോഴും എന്താ ചെയ്യുക, നമ്മൾ ഓപ്പോസിറ്റ് ആളിനെ പരിഗണിക്കാതെ നമ്മളെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ. അതെപ്പോഴും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. പലപ്പോഴും നമുക്ക് നമ്മളെ പറ്റി പറയാം, പക്ഷെ നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ കേൾക്കുന്ന ആൾക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവരിങ്ങോട്ട് അതിനെപ്പറ്റി കൂടുതലായിട്ട് ചോദിക്കും അല്ലെ. അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് സ്റ്റോപ്പ് ചെയ്യുക. അവരെ പറ്റിയും കൂടുതൽ ചോദിക്കുക. നിങ്ങൾ അങ്ങനെയാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ അവരുടെ സക്സസിനെ പറ്റിയൊക്കെ കൂടുതൽ ചോദിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ലിസണിങ് എന്ന് പറയുന്നത്. ഇപ്പം നല്ല ലിസണേഴ്സിന് കിട്ടാനേ ഇല്ല അല്ലെ. നമ്മൾ തന്നെ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആയിട്ട് വരികയാണ് എല്ലാ ആളുകളും. അതുപോലെ തന്നെ ക്ഷമ വളരെ കുറഞ്ഞു വരികയാണ്. ഇപ്പം യൂട്യൂബ് വീഡിയോസ് ആണെങ്കിൽ പോലും ഷോർട്സ് ആൻഡ് റീൽസ് കാണാനാണ് എല്ലാവർക്കും ഇഷ്ടം. ഫുൾ വീഡിയോ ഒന്നും ആരും എടുത്ത് കാണാറില്ല അല്ലെ. അപ്പം വളരെ ക്ഷമ നമുക്ക് കുറഞ്ഞു വരികയാണ്. നമ്മൾ എപ്പോഴും പറയേണ്ട കാര്യം പെട്ടെന്ന് പറഞ്ഞ് ഒന്നും കേൾക്കാൻ താല്പര്യമില്ലാത്ത ഒരു രീതിയിലാണ്. പക്ഷെ അതൊരു നല്ല ശീലമല്ല, അല്ലെങ്കിൽ നല്ലൊരു റെസ്പോൺസും നമുക്കും കിട്ടില്ല.
എപ്പോഴും കേൾക്കാൻ തയ്യാറാവുക. കേട്ടതിന് ശേഷം മാത്രം നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം. അല്ലെങ്കിൽ നമ്മളൊരു സംസാരിക്കുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് പാർട്ട്ണർ പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് കേട്ടിട്ട് അതിൽ നമുക്ക് നമ്മുടെ ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ നമുക്ക് എന്താണോ പറയാനുള്ളത് അത് പറയാം. അപ്പം എപ്പോഴും കേട്ടിരിക്കാനായിട്ട് തയ്യാറാവുക, നല്ലൊരു ലിസണർ ആവുക എന്നുള്ളതാണ്. അപ്പം ഇനി നമ്മൾ പരിഗണിക്കപ്പെടുന്നില്ല എന്ന് നമ്മൾ തന്നെ ചിന്തിക്കുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ മറ്റുള്ളവർക്ക് പരിഗണന കൊടുക്കുന്നുണ്ടോ എന്ന്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.